Good morning everyone. Today we are going to discuss about our new chapter chromatography. So what is chromatography? So chromatography is an analytical technique used for separation, purification and identification of chemical components in mixtures. പണ്ട് കാലത്ത് നമ്മൾ ക്രൊമറ്റോഗ്രാഫി ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ഡൈസിലുള്ള കമ്പണൻ്റ് കളറുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇന്ന് മോഡേൺ വേൾഡിൽ ക്രൊമറ്റോഗ്രാഫി നമ്മൾ ഉപയോഗിക്കുന്ന അനാലിസിസിന് വേണ്ടിയിട്ടാണ്. സോ നിങ്ങളുടെ കയ്യിലൊരു സബ്സ്റ്റൻസ് ഉണ്ട്, ഒരു മിക്സ്ചർ ഉണ്ട്, ആ മിക്സ്ചറിൽ ഏതൊക്കെ കമ്പണൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ, വിച്ച് മീൻസ് സെപ്പറേഷൻ. സോ കമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാൻ, ക്രൊമറ്റോഗ്രാഫി ഉപയോഗിക്കാം. സോ അതിലൂടെ അത് പ്യൂരിഫൈഡ് ആവും. ഓക്കെ, ഈ പ്യൂരിഫൈ ചെയ്തിരിക്കുന്ന കമ്പണൻസിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ, ആ കോമ്പണൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പോസിബിളാണ്. സോ ഇതിനുള്ള ടെക്നിക്കാണ് നിലവിൽ ക്രൊമറ്റോഗ്രാഫി. സോ ഇറ്റ് ഈസ് എ സിമ്പിൾ ആൻഡ് ഇൻഎക്സ്പെൻസീവ് ടെക്നിക്ക്. അത് പോകെ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലാത്തൊരു മെത്തേഡാണെന്നുള്ളത് മനസ്സിലാവും. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ക്രൊമറ്റോഗ്രാഫി. സോ principle, the differential distribution. Remember, this is very important, differential distribution. Okay, so the differential distribution of the sample components between two mutually immiscible phases. Remember the term immiscible. Okay, സോ ഇമ്മിസിബിൾ ആയിട്ടുള്ള രണ്ട് ഫേസുകൾ എടുക്കുക, അതൊരിക്കലും മിക്സ് ആവാൻ പാടില്ല. അതിൻ്റെ ഇടയിൽ ഒരു സാമ്പിളിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇമ്മിസിബിൾ ലെയേഴ്സിൻ്റെ ഇടയിൽ സാമ്പിൾ ഒരുപോലെയല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓരോ സാമ്പിളിലും, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു അയഡിൻ ബോൾസ് കുറച്ച് വെള്ളത്തിൽ കലക്കി അയഡിൻ സൊല്യൂഷനാക്കി. ഈ അയഡിൻ സൊല്യൂഷൻ ഞാൻ ഒരു ഓർഗാനിക് ലെയറിലും ഒരു വാട്ടർ ലെയറിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ അയഡിൻ ഓർഗാനിക് സോൾവെൻറ്റിലും ഡിസോൾവ്ഡ് ആവും, അതുപോലെ വാട്ടറിലും ഡിസോൾവ്ഡ് ആവും. സോ ഞാനൊരു ഇമ്മിസിബിൾ ലിക്വിഡുകളാണ് വാട്ടറും ഓർഗാനിക് സോൾവെൻറ്റും, ബെൻസീൻ ആയിക്കോട്ടെ. ഓർഗാനിക് സോൾവെൻ്റാണ് ബെൻസീൻ, വാട്ടറും ഉണ്ട്. ഈ രണ്ടിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, നമ്മുടെ കമ്പണൻറ്റ്, ഇവിടെ നമ്മൾ കമ്പണൻ്റായിട്ട് ഉപയോഗിക്കുന്നത് അയഡിനാണ്. ഈ അയഡിൻ മിക്സ് ചെയ്യും, രണ്ട് ലെയേഴ്സിലേക്കും ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. സോ എൻ്റെ കയ്യിൽ ഒരു ബീക്കർ ഉണ്ട്, അതിൽ ബെൻസീനും എടുത്തിട്ടുണ്ട്, വാട്ടറും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അയഡിൻ സൊല്യൂഷൻ വാട്ടറിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ബെൻസീനിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു പെർഫെക്റ്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും. വാട്ടറിലേക്കുള്ള കോൺസെൻട്രേഷൻ C1 ആണെന്ന് വിചാരിക്കുക, ബെൻസീനിലേക്കുള്ള കോൺസെൻട്രേഷൻ C2 ആണെന്ന് വിചാരിക്കുക. ദെൻ C1/C2 എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. നിങ്ങൾ എത്ര അയഡിൻ ചേർത്താലും ശരി, C1/C2 വിൽ ബി എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. സോ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി സാമ്പിൾ കമ്പോണൻസ് ബിറ്റ്വീൻ ടു മ്യൂച്വലി ഇമ്മിസിബിൾ ഫേസസ്. ദാറ്റ് ഇസ് എ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ക്രൊമറ്റോഗ്രാഫി. അത് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും പറയൂട്ടാ. ദെൻ സ്റ്റേഷനറി ഫേസ്. നമ്മൾ ക്രൊമറ്റോഗ്രാഫി ടെക്നിക്സിൽ രണ്ട് ഫേസുകളുണ്ട്. ഒന്നാണ് മൊബൈൽ ഫേസ്, രണ്ടാമത്താണ് സ്റ്റേഷനറി ഫേസ്. സ്റ്റേഷനറി ഫേസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് മൂവ് ചെയ്യില്ല, അത് ഫിക്സ്ഡ് ആണ്. സോ റിമെയിൻ ഫിക്സ്ഡ് ആൻഡ് ദേ ടെൻഡ് ടു റിട്ടാർഡ് ദ മൂവ്മെൻറ്റ് ഓഫ് മൊബൈൽ ഫേസ്. ഓക്കെ, സോ മൊബൈൽ ഫേസ് പേരിൽ തന്നെ അത് മൂവ് ചെയ്യുന്ന ഫേസാണ്. മൂവ് ചെയ്യാൻ പറ്റുന്ന ഫേസുകൾ രണ്ടെണ്ണേ ഉള്ളൂ, ഒന്ന് ഗ്യാസും രണ്ട് ലിക്വിഡുമാണ്. ഈ രണ്ട് ഫേസുകൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റേഷനറി ഫേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്, സ്റ്റേഷനറി ഫേസ് ആയിട്ട് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാറ് സോളിഡുകളും ലിക്വിഡുകളാണ്. കാരണം ലിക്വിഡിൻ്റെ വിസ്കോസിറ്റിയും സർഫസ് ടെൻഷനൊക്കെ ഉള്ളത് കൊണ്ട് ലിക്വിഡ്സിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്ടാർഡ് ചെയ്യാൻ പറ്റും, നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും സ്റ്റേഷനറി ഫേസ് ആയിട്ടുണ്ടാവില്ല, ഒന്നെങ്കിൽ സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ്. ഒരിക്കലും ഗ്യാസ് നിങ്ങൾക്ക് സ്റ്റേഷനറി ഫേസിൽ കാണാൻ പറ്റില്ല. മൊബൈൽ ഫേസിൽ അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റില്ല, ഒന്നുകിൽ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ്. ഒരിക്കലും സോളിഡ് എന്തിലും ഉണ്ടാവില്ല, മൊബൈൽ ഫേസിൽ ഉണ്ടാകില്ല. ഓക്കെ, ദെൻ മൊബൈൽ ഫേസ് ദേ പെർക്കൊളേറ്റ്സ് ത്രൂ ദി ഇൻ്റർസ്റ്റീഷ്യസ് ഓർ ഓവർ ദി സർഫസ് ഓഫ് സ്റ്റേഷനറി ഫേസ് ആൻഡ് carries the components along the column of the stationary phase. സോ ഈ സ്റ്റേഷനറി ഫേസിൻ്റെ മുകളിലൂടെ മൊബൈൽ ഫേസ് ഇങ്ങനെ
മൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഈ മൊബൈൽ ഫേസിലാണ് നമ്മുടെ സാമ്പിൾ ഉണ്ടാവുക. സോ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾസ് ബിറ്റ്വീൻ ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ് ടേക്സ് പ്ലേസ്. അവിടെ നമ്മുടെ സാമ്പിളിലുള്ള കമ്പണൻസ് സ്റ്റേഷനറി ഫേസിലും മൊബൈൽ ഫേസിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് നടക്കുക? പ്യൂരിഫിക്കേഷനും സെപ്പറേഷനും ഒക്കെ അവിടെ നടക്കുക. ഓക്കെ, ദെൻ സ്ട്രോങ്ങർ ദി ഇൻറ്ററാക്ഷൻ ഓഫ് എ കമ്പണൻറ്റ് വിത്ത് സ്റ്റേഷനറി ഫേസ് ദ മോർ റിട്ടാർഡഡ് ഈസ് ഇറ്റ്സ് മൂവ്മെൻറ്റ്. സോ മൊബൈൽ ഫേസ് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. സ്റ്റേഷനറി ഫേസിൻ്റെ മുകളിലൂടെ മൊബൈൽ ഫേസ് ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പോകുന്ന സമയത്ത് സ്റ്റേഷനറി ഫേസുമായിട്ട് നല്ല അഫിനിറ്റി ഉള്ള ഒരു കമ്പണൻ്റാണ് മൊബൈൽ ഫേസ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ കമ്പണൻറ്റ് സ്റ്റേഷനറി ഫേസിൻ്റെ ലോവർ ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ അവിടെ ഉണ്ടാവും. ഉദാഹരണമായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു സ്റ്റേഷനറി ഫേസിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്കാണ് മൊബൈൽ ഫേസ് പോകുന്നതെന്ന് വിചാരിക്കുക. കാപ്പിലറി റൈസ് വഴി താഴെ നിന്നും മുകളിലേക്കാണ് മൊബൈൽ ഫേസ് പെർക്കോളേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ്ങർ അഫിനിറ്റി ഉള്ള കമ്പണൻറ്റ് സ്റ്റേഷനറി ഫേസിൻ്റെ ഏറ്റവും ബോട്ടം പാർട്ടിലുണ്ടാവും. അഫിനിറ്റി കുറഞ്ഞ കമ്പണൻസുകളായിരിക്കും കൂടുതൽ മുകളിലേക്ക് ട്രാവൽ ചെയ്യുക. സോ സ്റ്റേഷനറി ഫേസ് മേ ബി സോളിഡ് ഓർ ലിക്വിഡ്, മൊബൈൽ ഫേസ് ഈസ് ലിക്വിഡ് ഓർ ഗ്യാസ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രൊമറ്റോഗ്രാഫിക് ടെക്നിക്സ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് ഫേസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 ഫേസുകളാണ് ക്രൊമറ്റോഗ്രാഫിയിലൊന്ന് മൊബൈൽ ഫേസും 2 സ്റ്റേഷനറി ഫേസും. ഈ സ്റ്റേഷനറി ഫേസിൻ്റെയും മൊബൈൽ ഫേസിൻ്റെയും സ്റ്റേറ്റ് വെച്ചിട്ടാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ടാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് ഫേസസ് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് വൺ ലിക്വിഡ് സോളിഡ് ക്രൊമറ്റോഗ്രാഫി, LSC. സോ ഹിയർ മൊബൈൽ ഫേസ് ഈസ് ലിക്വിഡ് ആൻഡ് സ്റ്റേഷനറി ഫേസ് ഈസ് സോളിഡ് അഡ്സോർബൻറ്റ്. സോ അഡ്സോർബൻറ്റ് എന്നുള്ളൊരു ടേം അവിടെ ഉണ്ട്. അഡ്സോർബൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്സോർപ്ഷൻ, ADSORPTION, അഡ്സോർപ്ഷൻ. ഓക്കെ, അഡ്സോർപ്ഷൻ എന്നുള്ളൊരു ഫിനോമിന ഉണ്ട്. അതായത് നമ്മൾ ചില സബ്സ്റ്റൻസുകൾക്ക് അതിൻ്റെ സർഫസിൽ ചില പാർട്ടിക്കിൾസിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഈ പാർട്ടിക്കിൾസ് ഒരിക്കലും അതിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകില്ല, അതിൻ്റെ സർഫസിൽ മാത്രമേ ഹോൾഡ് ചെയ്യുള്ളൂ. ഉദാഹരണമായിട്ട് ചാർക്കോളിൽ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകൾ അതിൻ്റെ സർഫസിൽ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, സോ ചാർക്കോൾ ഒരു അഡ്സോർബൻ്റാണ്. നല്ലൊരു അഡ്സോർബൻ്റാണ്. അതിൻ്റെ മുകളിൽ അഡ്സോർബ് ചെയ്യുന്ന ആളെ നമ്മൾ അഡ്സോർബേറ്റ് എന്നാണ് വിളിക്കുക. സോ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു അഡ്സോർബൻറ്റിൻ്റെ മുകളിൽ ഒരു അഡ്സോർബേറ്റ് വന്ന് നിൽക്കുന്ന പ്രോസസ്സാണ്. സോ ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഓഫ് the adsorption of an adsorbate on an adsorbent. So it is the phenomenon of adsorption. Adsorption is a phenomenon of what we call an adsorbate hang on the surface of a adsorbent. ഒരു അഡ്സോർബെൻറ്റിൻ്റെ മുകളിൽ ഒരു അഡ്സോർബേറ്റ് ഹാങ് ഓൺ ചെയ്യുക, അവിടെ നിൽക്കുക, അട്രാക്ട് ചെയ്ത് അവിടെ പിടിച്ചു നിർത്തും. ഈ ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡ്സോർപ്ഷൻ. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബേസിക് നോളജാണ്. ഓക്കെ, സോ ഇതൊരിക്കലും ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോവില്ല. ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോയാൽ അഡ്സോർബൻറ്റിൻ്റെ ഉള്ളിലേക്ക് അഡ്സോർബേറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളതിനെ വിളിക്കും അബ്സോർപ്ഷൻ. സ്പോഞ്ചൊക്കെ അബ്സോർബാ ചെയ്യുക, അതാണ് അബ്സോർപ്ഷൻ. അപ്പോൾ ഏകദേശം ഒരു വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് ഫേസസ്. ഫസ്റ്റ് വൺ ലിക്വിഡ് സോളിഡ് ക്രൊമറ്റോഗ്രാഫി, LSC. ഫസ്റ്റ് നമ്മളെപ്പോഴും മൊബൈൽ ഫേസിൻ്റെ പേരാണ് പറയുക, ദെൻ സ്റ്റേഷനറി ഫേസ്. ഓക്കെ, സോ ഹിയർ മൊബൈൽ ഫേസ് ഈസ് ലിക്വിഡ് ആൻഡ് സ്റ്റേഷനറി ഫേസ് ഈസ് സോളിഡ്. ദെൻ സെക്കൻഡ് വൺ ലിക്വിഡ് chromatography. Both mobile phase and stationary phase are in liquid state. In gas liquid chromatography, mobile phase is gas and stationary phase is liquid. Then there is another type of chromatography, that is gas solid chromatography. So gas ആയിരിക്കും അതിൻ്റെ മൊബൈൽ ഫേസ്, സോളിഡ് ആയിരിക്കും അതിൻ്റെ സ്റ്റേഷനറി ഫേസ്. Then classification based on mechanism of phase distribution, another classification. So അതിലാണ് എന്ത് വന്നിട്ടുള്ളത്? മെക്കാനിസം. സോ പ്രിൻസിപ്പിൾസ് പറഞ്ഞ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ കമ്പണൻറ്റ് ബിറ്റ്വീൻ ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ് അല്ലെങ്കിൽ ടു ഇമ്മിസിബിൾ സബ്സ്റ്റൻസസ് എന്നാണ് നമ്മൾ പറഞ്ഞത്.
സോ പ്രിൻസിപ്പിൾ ഓഫ് ക്രൊമറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ കമ്പണൻറ്റ് ബിറ്റ്വീൻ ടു ഇമ്മിസിബിൾ സബ്സ്റ്റൻസസ് ഓർ ലിക്വിഡ്സ്, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, സോ ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണെന്ന് പറഞ്ഞു. ആ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന 2 പ്രോസസ്സ് വഴിയാണ്. അതിലൊന്നാണ് അഡ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രാഫി. അപ്പോൾ അഡ്സോർപ്ഷനാണ് അതിൻ്റെ മെക്കാനിസം. ഓക്കെ, അഡ്സോർപ്ഷനാണ് അതിൻ്റെ മെക്കാനിസം. അപ്പോൾ അഡ്സോർപ്ഷൻ വഴിയാണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുക. രണ്ടാമത്താണ് പാർട്ടീഷൻ ക്രൊമറ്റോഗ്രാഫി. പാർട്ടീഷൻ വഴിയാണ് അവിടെയും ഡിസ്ട്രിബ്യൂഷൻ നടക്കുക. അപ്പോൾ എന്ത് അഡ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേഷനറി ഫേസ് സോളിഡ് ആണെങ്കിലാണ് അഡ്സോർപ്ഷൻ നടക്കുക. സ്റ്റേഷനറി ഫേസ് സോളിഡ് ആണെങ്കിൽ അങ്ങനെയുള്ള 2 ടെക്നിക്സാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഒന്ന് LSC ലിക്വിഡ് സോളിഡ് ക്രൊമറ്റോഗ്രാഫി, രണ്ടാമത്താണ് GSC ഗ്യാസ് സോളിഡ് ക്രൊമറ്റോഗ്രാഫി. ഇനി എപ്പോഴാണ് പാർട്ടീഷൻ നടക്കുക? പാർട്ടീഷൻ നടക്കലും ഇതും ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. പക്ഷേ അതിൽ ബിറ്റ്വീൻ 2 ലിക്വിഡ്സ് ആണെങ്കിൽ, ബിറ്റ്വീൻ 2 ലിക്വിഡ്സ് ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയാറ്? പാർട്ടീഷൻ ക്രൊമറ്റോഗ്രാഫി എന്ന് പറയാറ്. സോ പാർട്ടീഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേഷനറി ഫേസ് എന്തായിരിക്കണം? ലിക്വിഡ് ആയിരിക്കണം. സോ സ്റ്റേഷനറി ഫേസ് ലിക്വിഡ് ആയിട്ടുള്ള 2 മെത്തേഡ്സ് ഓഫ് ക്രൊമറ്റോഗ്രാഫി ഉള്ളത്. ഒന്ന് LLCയും മറ്റേത് GLCയും. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഓപ്പറേഷണൽ ടെക്നിക്സ്. അതിൻ്റെ ബേസിൽ കോളം ക്രൊമറ്റോഗ്രാഫിയും പ്ലെയിൻ ക്രൊമറ്റോഗ്രാഫിയും ഉണ്ട്. ആക്ച്വലി ഇത് പ്ലാനാർ ക്രൊമറ്റോഗ്രാഫി എന്നായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് പ്ലെയിൻ ക്രൊമറ്റോഗ്രാഫി എന്നാക്കിയിട്ടുണ്ട്. സോ കോളം ക്രൊമറ്റോഗ്രാഫി ഇറ്റ് ഇൻവോൾവ്സ് എ കോളം ഓഫ് സോളിഡ് അഡ്സോർബൻറ്റ് ആസ് ദി സ്റ്റേഷനറി ഫേസ്. അപ്പോൾ കോളം ക്രൊമറ്റോഗ്രാഫിയിൽ നമുക്കൊരു സോളിഡ് അഡ്സോർബൻറ്റ് ഫില്ല് ചെയ്തൊരു കോളം, നമ്മൾ ബ്യൂററ്റ് പോലെയുള്ളൊരു കോളം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു സോളിഡ് അഡ്സോർബൻറ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒഴിക്കല്ല, സോളിഡാണ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ പൊതുവെ നമ്മൾ ഉപയോഗിക്കാറ് സിലിക്ക ജെല്ലോ, അലൂമിന പോലെയുള്ള അഡ്സോർബൻ്റാണ് ഉപയോഗിക്കാറ്. ദെൻ പ്ലെയിൻ ക്രൊമറ്റോഗ്രാഫി ഇറ്റ് ഇൻവോൾവ്സ് എ ഫ്ലാറ്റ് തിൻ ലെയർ ഓഫ് മെറ്റീരിയൽ വിച്ച് ആക്ട്സ് ആസ് സ്റ്റേഷനറി ഫേസ്. മൊബൈൽ ഫേസ് ഈസ് ദി ലിക്വിഡ് ദാറ്റ് മൂവ്സ് ത്രൂ ദി സോളിഡ് ഫേസ് ബൈ കാപ്പിലറി ആക്ഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് പേപ്പർ ക്രൊമറ്റോഗ്രാഫി ആൻഡ് തിൻ ലെയർ ക്രൊമറ്റോഗ്രാഫി. സോ നമ്മുടെ നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഈ ടെക്നിക്സിനെ കുറിച്ച്, അഥവാ കോളം ക്രൊമറ്റോഗ്രാഫി, പേപ്പർ ക്രൊമറ്റോഗ്രാഫി, തിൻ ലെയർ ക്രൊമറ്റോഗ്രാഫി, ഗ്യാസ് ക്രൊമറ്റോഗ്രാഫി, ഈ 4 ടെക്നിക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതോടുകൂടി ഈ മൊഡ്യൂള് തീരും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.